ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതികൾ ആരും രക്ഷപ്പെടില്ല എന്ന് ആവർത്തിച്ച് ഹൈക്കോടതി. അന്വേഷണം നടക്കുന്നത് ശരിയായ ദിശയിലെന്നും ഹൈക്കോടതി. വിഷ്ണു സുരേഷ് നൽകും വിശദാംശങ്ങൾ. വിഷ്ണു, ഹൈക്കോടതി ബെഞ്ച് SIT രൂപീകരിച്ച ബെഞ്ചിന്റേതാണോ ഈ പരാമർശം? ഗൂഗിൾ SIT രൂപീകരിച്ച ദേവസ്വം ബെഞ്ചിന്റേതാണ് ഈ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രതികൾ ആരും രക്ഷപ്പെടില്ല എന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ആവർത്തിക്കുകയാണ്. അന്വേഷണം നടക്കുന്നത് ശരിയായ ദിശയിലാണ്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ആ ദേവസ്വം ബെഞ്ചിന്റെ ഇത്തരത്തിലൊരു പരാമർശം. എല്ലാ കാര്യവും നടക്കുന്നത് കോടതി മേൽനോട്ടത്തിൽ തന്നെയാണ്. അല്പസമയം കൂടി നൽകൂ അന്വേഷണ സംഘത്തിന് എന്നാണ് ഹർജിക്കാരോട് കോടതി പറഞ്ഞത്. നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് SITക്ക് സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് അതിരൂക്ഷ വിമർശനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നേരിടേണ്ടി വന്നു. പ്രത്യേകിച്ച് കുറ്റപത്രം സമർപ്പിക്കുന്നതിലെ കാലതാമസം അടക്കം ചൂണ്ടിക്കാണിച്ചായിരുന്നു ആ വിമർശനം. പക്ഷേ ഈ അന്വേഷണ സംഘത്തെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ദേവസ്വം ബെഞ്ച് വളരെ കൃത്യമായി സ്റ്റാൻഡ് എടുക്കുന്നു. അന്വേഷണം നടക്കുന്നത് ശരിയായ ദിശയിലാണ്, പ്രതികൾ ആരും രക്ഷപ്പെടില്ല എന്ന്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ SITക്കെതിരെ വലിയ വിമർശനം, രാഷ്ട്രീയ വിമർശനമൊക്കെ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ചില രാഷ്ട്രീയ സമ്മർദ്ദം SITക്ക് മേലുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത്തരത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രതിപക്ഷം ഉന്നയിച്ചതെങ്കിൽ, എന്നാൽ കോടതി അതിൽ നിന്നെല്ലാം മാറി ഒരു വിഭിന്നമായ നിലപാട് സ്വീകരിക്കുന്നു. SIT അന്വേഷണം ശരിയായ ദിശയിൽ എന്ന നിലപാടാണ് ദേവസ്വം ബെഞ്ച് എടുക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ഓർഡറിലും SITയുമായി ബന്ധപ്പെട്ടുള്ള പരാമർശത്തിൽ ദേവസ്വം ബെഞ്ച് എടുത്ത നിലപാട് പ്രൊഫഷണൽ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല ദേവസ്വം ബെഞ്ച്. വളരെ ക്ലിയറായി തന്നെ SITക്കൊപ്പം ദേവസ്വം ബെഞ്ച് നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷനും അതോടൊപ്പം തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ളവരാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. കുറച്ചുകൂടി സമയം നൽകൂ എന്നാണ് അവരോടിപ്പോൾ ദേവസ്വം ബെഞ്ച് നേരിട്ട് പറഞ്ഞിരിക്കുന്നത്. ഗൂഗിൾ വിഷ്ണു, ഈ സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതികളുടെ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് സിംഗിൾ ബെഞ്ചായിരുന്നു പലപ്പോഴും SITയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന, അല്ലെങ്കിൽ SITക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചത്. അതിനെല്ലാം റദ്ദു ചെയ്യുകയാണ് SITയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ദേവസ്വം ബെഞ്ച്. സ്വാഭാവികമായും അത് SITക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും, സർക്കാരിനും പ്രതിരോധത്തിനുള്ള ഒരു വഴി കൂടിയാകുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 3 തവണയാണ് സിംഗിൾ ബെഞ്ച് SITക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ഒന്ന്, ഉന്നതരിലേക്ക് അന്വേഷണം പോകാത്തതിൽ. മറ്റൊന്ന്, ശങ്കർദാസിന്റെയും വിജയകുമാറിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്താത്തതിൽ. പിന്നെ ഏറ്റവും ഒടുവിലായി കുറ്റപത്രം വൈകുന്നതിൽ. പക്ഷേ ആ ഘട്ടത്തിലും ഈ നേരത്തെ വിമർശനം ഉന്നയിച്ച ഘട്ടത്തിലുമൊക്കെ SITക്കൊപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ SITയുടെ നടപടികൾ ശരിയാണ് എന്ന് ആവർത്തിച്ച് പറയുന്ന നിലപാടാണ് ദേവസ്വം ബെഞ്ച് സ്വീകരിച്ചത്. SITയെ സംബന്ധിച്ചത് ആശ്വാസം നൽകുന്ന ഒരു നടപടി, അല്ലെങ്കിൽ ആശ്വാസം നൽകുന്ന ഒരു നിരീക്ഷണം കൂടിയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ വിമർശനം SITക്ക് കോടതിക്കകത്തു നിന്നും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തുനിന്ന് വന്നിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല, അന്വേഷണം നിലച്ച മട്ടിലെന്നാണ് പ്രതിപക്ഷം ആക്ഷേപമായി സഭയിലടക്കം ഉന്നയിക്കുകയും വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിനിടയിലാണ് ഇന്നിപ്പോൾ ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് വളരെ പ്രധാനപ്പെട്ട, വളരെ സുപ്രധാനമായ ഒരു നിരീക്ഷണം SITയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാർ നിയമസഭയിലൊക്കെ ആവർത്തിച്ച് പറഞ്ഞതാണ് അന്വേഷണത്തിന്റെ മേൽനോട്ടം കോടതിയാണ് നടത്തുന്നത്, അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നു എന്നുള്ളത്. അത് തന്നെ ഇപ്പോൾ ദേവസ്വം ബെഞ്ചും ആ നിലപാട് തന്നെ സ്വീകരിക്കുന്നു. അത് SITയെ സംബന്ധിച്ച് അവർക്ക് വലിയ ആശ്വാസവും അതോടൊപ്പം കരുത്തും നൽകുന്ന നടപടിയാണ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം തന്നെ, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് 6-ാം തീയതി ആയിരിക്കും ഇനി കേസ് ഹൈക്കോടതിക്ക് മുമ്പ്, അന്നായിരിക്കും അടുത്ത ഇടക്കാല റിപ്പോർട്ട് ദേവസ്വം ബെഞ്ചിന് മുമ്പാകെ SIT സമർപ്പിക്കുക. സ്വാഭാവികമായും കുറച്ചുകൂടി സമയം നീട്ടി നൽകാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ നിരീക്ഷണം കൂടി ചേർത്ത് വായിക്കുമ്പോൾ അത്തരത്തിലൊരു സാഹചര്യമാണുള്ളത്. എന്തായാലും SITക്കൊപ്പം തന്നെയാണ് ദേവസ്വം ബെഞ്ച്. അതിനപ്പുറത്തേക്ക് മറിച്ച് ആക്ഷേപങ്ങളൊന്നും SITയുമായി ബന്ധപ്പെട്ട് ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോകുന്നു, അത് ശരിയായ ദിശയിൽ തന്നെ മുന്നോട്ട് പോകുന്നു, പ്രൊഫഷണൽ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന നിലപാട് ദേവസ്വം ബെഞ്ച് എടുക്കുമ്പോൾ അത് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉന്നയിച്ച ആരോപണങ്ങൾ റദ്ദ് ചെയ്യപ്പെടുകയും കൂടി ചെയ്യുന്ന ഒരു നിലപാടാണ് നമുക്ക് മനസ്സിലാവുന്നു. ഗൂഗിൾ തീർച്ചയായും ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിൽ നിന്ന് SIT, ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാൻ SITയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ദേവസ്വം ബെഞ്ചിൽ നിന്നാണ് അന്വേഷണം ശരിയായ ദിശയിലെന്ന പരാമർശം വരുന്നത്. അത് SITക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ്, ഒപ്പം സർക്കാരിന് രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് പ്രതിരോധം തീർക്കാൻ ഉതകുന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.